പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാൻ യാത്രയിലായിരുന്നു. ഇന്ന് രാവിലെയാണ് മടങ്ങിയെത്തിയത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാം. എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം. ബാഡ് കമൻസ് കഴിവതും പറയാതിരിക്കുക. പറഞ്ഞാലും എനിക്ക് അതൊരു പ്രചോദനമായിരിക്കും. എന്തായാലും എല്ലാവരും നമ്മുടെ രാഷ്ട്രീയത്തെ വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് 2024 ഇലക്ഷൻ എന്തുകൊണ്ടും ഭാരതത്തിൻ്റെ ഭാവിയെ കൂടുതൽ ബാധിക്കുന്ന തീരുമാനങ്ങളും നിർണായകമായ പല തീരുമാനങ്ങളും വരേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും ചിന്തിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി എൻ്റേതായ അഭിപ്രായം ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദയവായി ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിരാകരിക്കുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ അക്ഷരനഗരിയായ കോട്ടയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. കോട്ടയം എന്ന് കേട്ടാൽ ഇന്ന് ഭാരതത്തിൽ മുഴുവൻ അറിയപ്പെടേണ്ടുന്ന, വളരെ പ്രസിദ്ധമാകേണ്ടിയിരുന്ന ഒരു ജില്ലയാണ്, ഒരു നഗരമാണ്. നമുക്ക് കേരളത്തിൽ എല്ലാവർക്കും അറിയാം, പക്ഷേ പുറത്തോട്ട് എത്രമാത്രം അറിയാം എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. കാരണം ധാരാളം പ്രഗത്ഭന്മാരായിട്ടുള്ള സാഹിത്യകാരന്മാരും പത്രക്കാരും പത്രസ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ അധികാര രാഷ്ട്രീയത്തിലിരുന്ന മുഖ്യമന്ത്രി മുതൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരെ കാലം നിയന്ത്രിച്ചിരുന്ന ധനകാര്യമന്ത്രി മുതൽ അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള MLA മാർ TM ജേക്കബ്, PJ ജോസഫ് തുടങ്ങിയവർ, ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടും, എഴുത്തുകാരെ കൊണ്ടും കലാകാരന്മാരെ കൊണ്ടും രാഷ്ട്രീയക്കാരെ കൊണ്ടും എല്ലാം സമ്പന്നമായിട്ടുള്ള കോട്ടയം, അതിൻ്റേതായ രീതിയിൽ ഈ ഇത്രമധികം ഭൗതിക സമ്പത്തുള്ള കോട്ടയം അത്രമാത്രം അറിയപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ ഉൾനാടൻ നാട്ടുകാർക്ക് എത്രമാത്രം വികസനം എത്തിയിട്ടുണ്ടെന്നോ ഉള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കോട്ടയം പത്തനംതിട്ട ജില്ലയുടെ അടുത്താണ്. ഞാൻ മിക്കവാറും നമ്മളെല്ലാവരും അടുത്തുള്ള ജില്ലക്കാരെല്ലാം കോട്ടയത്ത് പല കാര്യങ്ങൾക്കും പോകാതിരിക്കാൻ ആവത്തില്ല പലർക്കും. നല്ലൊരു പുസ്തകം വാങ്ങിക്കണമെങ്കിൽ ഞാൻ DC ബുക്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെ. അവർക്ക് പല ബ്രാഞ്ചുകളുണ്ടെന്ന് പറഞ്ഞാലും DC ബുക്സാണ് ആദ്യം ഓർമ്മ വരുന്ന പുസ്തകശാല. അവർ മാത്രം കുറച്ച് അന്താരാഷ്ട്ര തലത്തിൽ പുസ്തകശാലയിൽ നിന്ന്, പിന്നെ മനോരമ പത്രവും അറിയപ്പെടുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പിന്നെ ഞാൻ പറയാൻ വരുന്നതെല്ലാം ഇതൊക്കെയും ഇപ്പം നമ്മുടെ കോട്ടയം നഗരത്തിലെ കുറേയധികം കെട്ടിടങ്ങളുണ്ട്. പത്തനംതിട്ടയിലും തിരുവല്ലയിലും ഒക്കെ ഉള്ള പോലെ ഒരുപാട് വലിയ തുണിക്കടകളും സ്വർണ്ണക്കടകളും ഒക്കെ ഉണ്ട്. അതുപോലെ കോട്ടയത്തും ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്ന ധാരാളം CMSഉം BCM പോലെയുള്ള കോളേജുകളുണ്ട്. MG യൂണിവേഴ്സിറ്റി ഉണ്ട്. ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. ഒക്കെ ശരി തന്നെ. മനോരമ പത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ, DC ബുക്സ്, അതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ, കോളേജുകളൊക്കെ വികസിച്ചത് അവരവരുടേതായിട്ടുള്ള അവർ സ്വയം അവരുടെ വ്യവസായത്തെ, അവരുടെ സ്ഥാപനത്തെ അവർ വികസിപ്പിച്ചെടുത്തു. അതിന് ചിട്ടയായ പ്രവർത്തനത്തിലൂടെ, അത് സർക്കാരിൻ്റെ സഹായത്തോടെ വികസിച്ചതല്ല. നമ്മൾക്ക് വേണ്ടുന്നത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, സർക്കാരിൻ്റെ സഹായത്താൽ നാട് വികസിക്കണം. സ്വകാര്യ സ്ഥാപനങ്ങൾ വികസിക്കുമ്പം പൊതുജനങ്ങൾക്ക് എത്രമാത്രം അതിൻ്റെ ഉപയോഗം കിട്ടും, അവർ വികസിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് സാധനങ്ങൾ, പ്രോഡക്ട്സ് കിട്ടും, അത് സത്യമാണ്. സ്റ്റാൻഡേർഡുള്ള പ്രോഡക്ട്സ് കിട്ടണം, അതാണോ എന്ന് അത് രണ്ടാമത്തെ കാര്യം. പത്രമായാലും മറ്റുള്ളതായാലും ജനങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് ആണോ എല്ലാം എന്നുള്ളത് വേറൊരു കാര്യം. കാരണം കച്ചവട മനസ്ഥിതിയോടെ പത്രസ്ഥാപനങ്ങളും പോയതുകൊണ്ട് അതിൻ്റെയൊക്കെ പത്രധർമ്മം പോലും മറന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പം മിക്ക പത്രങ്ങളും അവരുടെ ജോലി ചെയ്യുന്നത്. ആരാണോ അവർക്ക് താല്പര്യമായിട്ട് ഭരണത്തിൽ വന്നാലൊക്കും അതിനനുസരിച്ച വാർത്തകളെ മാറ്റി എഴുതാനായിട്ട് അവർക്ക് യാതൊരു വിഷമവുമില്ല. സത്യസന്ധമായ വാർത്തകൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു പത്രത്തെയും ഒരു മാധ്യമത്തെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ അവിടെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ അത് തകർന്ന തരിപ്പണമായി. പുഞ്ചകളുടെ അതെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമാണ്. കുട്ടനാടൻ പുഞ്ചയുടെ കുറച്ച് ഭാഗം എനിക്ക് തോന്നുന്നു കോട്ടയത്തും കാണുക, അല്ലെങ്കിൽ അവിടെ ഉണ്ട്. പിന്നെ തോട്, കായൽ, ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. തുറമുഖ നഗരമെന്ന് പറയുന്ന കോടിമത, ഇപ്പം മനോരമ പത്രത്തിൻ്റെ വനിതയുടെയൊക്കെ പത്രത്തിൻ്റെ വനിതാ മാസികയും ബാലരമയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് കോടിമതയിലാണ്. അവരുടെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട്. ആ കോടിമതയിൽ ബോട്ട് ജെട്ടി ഉണ്ടായിരുന്നു. അതിന് തുറമുഖ നഗരമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ജലഗതാഗതം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പണ്ട് അതിൽ ബോട്ടിന് പോകാമെന്ന് വിചാരിച്ചു അടുത്ത് പോയി നിന്നപ്പോൾ അവിടെ ബോട്ടും ഇല്ല, തോടും ഇല്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. അപ്പം ബോട്ട് ഗതാഗതം എല്ലാം അസ്തമിച്ചു പോയി. അതാണ് അതിൻ്റെ അവസ്ഥ.
അങ്ങനെ ടൂറിസം, പിന്നെ അതുപോലെ തന്നെ തിരുനക്കര, പിന്നെ നാഗമ്പടം, അങ്ങനെ കുറേ അധികം ക്ഷേത്രങ്ങൾ, വൈക്കം മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, അതുപോലെ യാക്കോബായ ക്രിസ്തു ദേവാലയം, ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ പിൽഗ്രിമേജ് ടൂറിസത്തിന് പിന്നെ വഴി തുറക്കുന്നതായിരുന്നു. അവർ അങ്ങനെ അതിനെ ഒന്ന് കണക്ട് ചെയ്ത ഒരു ടൂറിസം ഡെവലപ്മെൻറ്റിന് ക്ഷേത്രനഗരി, അക്ഷരനഗരി പോലെ ക്ഷേത്രനഗരി എന്നൂടെ പറയാവുന്ന തരത്തിൽ ക്ഷേത്രങ്ങളെ കൊണ്ടും ക്രിസ്തു ദേവാലയങ്ങളെ കൊണ്ടും ഒക്കെ നിറഞ്ഞിരിക്കുന്ന, മഹാക്ഷേത്രങ്ങളും മഹാദേവാലയങ്ങളും കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്ന നഗരി കൂടാണ് കോട്ടയം ജില്ലയെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ടും അത്തരത്തിലൊരു വികസനമോ, അതുപോലെ ഈ നാടൻ രീതിയിലുള്ള ബോട്ട് സർവീസുകളൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് ആ തോട്ടിലൂടെയും കായലിലൂടെയും ഒക്കെ ഒന്ന് പോകത്തക്കവണ്ണമുള്ള അങ്ങനത്തെ ഉള്ള ടൂറിസമോ, അങ്ങനെ ടൂറിസം വികസിക്കുമ്പോൾ നാടിന് വികസനമാകും, നാട്ടുകാർക്ക് വികസനമാകും, സർക്കാരിന് കാശാകും. ഇത്തരം യാതൊരു പദ്ധതികളും കോട്ടയത്ത് അങ്ങനെ വന്നിട്ടേ ഇല്ല. കോട്ടയത്ത് ഓഫീസുണ്ട്, പത്രസ്ഥാപനങ്ങളുണ്ട്, കോളേജുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അതാണ് കോട്ടയത്തിൻ്റെ വികസനം. എല്ലാവരും പറയും കോട്ടയം വികസിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ മനസ്സിലാവും. ഞാനൊരു 10-30 വർഷമൊന്നും അല്ല കോട്ടയത്തൂടെ നിരന്തരമായിട്ട് പോകുന്നുണ്ട്. ഞാൻ അപ്പം അന്ന് പോയി കണ്ടതുപോലെ തന്നെ ഇന്നും കോട്ടയം, അതിനപ്പുറത്തോട്ടൊന്നും കോട്ടയം ബേക്കർ ജംഗ്ഷൻ ആയാലും, കോട്ടയം ടൗൺ ആയാലും, കോട്ടയത്ത് ജില്ലാ കളക്ടറേറ്റ് ആയാലും, പിന്നെ നാഗമ്പടം ബസ് സ്റ്റാൻഡ് ആയാലും, ഇനി ഇപ്പുറത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആയാലും, ഇനി പറയുവാണെങ്കിൽ KSRTC, അവിടെ പോയി എൻ്റെ ഈശ്വരാ കുടയിൽ നിവൃത്ത് പോലും നിൽക്കാൻ വയ്യ, വെയിലത്തെ മഴയത്ത് ഒന്നും കാല് കുത്താൻ വയ്യാത്ത അവസ്ഥയിലായിട്ട് കുറേ കാലമായിട്ട് കിടക്കുകയാണ്. ഇതുവരെ എത്ര വർഷമായി അതിൻ്റെ സ്ഥിതി. തിരുവല്ലായുടെ ഏതായാലും കുറേ മാറി, എങ്കിലും വീണ്ടും പഴയതിലോട്ട് പോകുന്നുണ്ട്. അത് നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് ഉള്ള മെയിൻ്റനൻസ് ഇല്ലല്ലോ, എല്ലാം പണിഞ്ഞു വെക്കുക എന്നല്ലാതെ പിന്നൊന്നുമില്ല. എങ്കിലും പോട്ടെ, തിരുവല്ലായി നമുക്ക് സേഫായിട്ട് കുറച്ചൊക്കെ വൃത്തിയായിട്ട് അവിടെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യാം. കോട്ടയം എത്ര നാളായിട്ട് സ്റ്റാൻഡ് നാശമായിട്ട് കിടക്കുക, യാതൊരു പ്രൈവറ്റ് സ്റ്റാൻഡ് പൊളിച്ചും കളഞ്ഞു അതിനടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നും നോക്കിയാൽ കോട്ടയത്തിന് ഈ പറയുന്ന വികസനമൊന്നും, കോട്ടയം വികസിച്ചത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളാണ് വികസിച്ചതെന്നാണ് ഞാൻ പറയുന്നതിലെ ചുരുക്കം. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞാൽ, അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകരുടെ കാര്യം ആത്മഹത്യ കൊണ്ട് തന്നെ നമുക്കവർ കാർഷിക മേഖല എത്രമാത്രം വികസിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരാളുടെ കടം എഴുതി തള്ളാൻ, അല്ലെങ്കിൽ 10 പേരുടെ കടം എഴുതി തള്ളാൻ, അല്ലെങ്കിൽ 100 പേരുടെ കർഷകരുടെ, പാവങ്ങളുടെ കടം എഴുതി തള്ളാൻ നമ്മുടെ സർക്കാരിന് കഴിയാഞ്ഞിട്ടാണോ? തൂർത്തടിക്കുന്ന കാശ് പോരായോ? എന്ത് പൈസ തൂർത്തടിച്ച് കളയുന്നു. അപ്പോൾ ഇതൊന്നും ഈ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഇതൊന്നും ചിന്തിക്കത്തേ ഇല്ല. ഞാനോ നിങ്ങളോ അനുഭവം വരുമ്പോൾ മാത്രം അവർ ചിന്തിക്കും. ഒരു കർഷക ആത്മഹത്യ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമവും എല്ലാവരും അന്നത്തെ കൊണ്ട് പിന്നൊന്നുമില്ല. പിറ്റേ ദിവസം ഒരു വാർത്ത കൊണ്ടുവന്ന് അവർ മറിക്കും അതിൻ്റെ മുകളിൽ, അപ്പോൾ അത് തീർന്നു, അവൻ്റെ കുടുംബം അനാഥമായെന്ന് മാത്രം. അങ്ങനെയാണ് കാർഷിക മേഖലയിലെ വികസനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ആത്മഹത്യയാണ് കാർഷിക മേഖലയെപ്പറ്റി പറയുമ്പോൾ ആകെ പറയാനുള്ള വികസനം. ആത്മഹത്യകളുടെ എണ്ണം കർഷകരുടെ വർദ്ധിച്ചു എന്നുള്ള, അത് എല്ലാ ജില്ലയിലും ഉണ്ട്, ഇന്നിടത്തൊന്നുമില്ല. പിന്നെ ഇനി കോട്ടയത്തിൻ്റെ മാത്രമല്ല, പത്തനംതിട്ട ജില്ലയുടെയും കിഴക്കൻ മേഖലകളിലൊക്കെ ഏറ്റവും സമ്പന്നമായിരുന്ന ഒരു കാലത്ത് റബ്ബർ കർഷകർ. ഇപ്പം എല്ലാ ആളുകൾക്കും വിദ്യാഭ്യാസം കൊണ്ട് ജോലി നേടിയിട്ടുണ്ടാവില്ല, ജോലി കിട്ടാൻ അവസരങ്ങൾ തീരെ കുറവാണ്. പിന്നെ കേരളത്തിലെ ഒരു സൂചി പോലും നിർമ്മിക്കാത്തതുകൊണ്ട് അങ്ങനെയും ആർക്കും പൊതുമേഖലയിൽ ജോലി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇച്ചിരി അല്പം ഭൂമി ഉണ്ടായിരുന്നവരെല്ലാം അതിനെ കുറേ കൂടെ വാങ്ങിക്കുകയും, പിന്നെ ആ ഉള്ളതിനകത്ത് ഒരു 25 സെൻറ്റിനകത്ത് 10 മൂട് റബ്ബർ വെച്ചും ജീവിച്ചുകൊണ്ടിരുന്ന കർഷകർ. അപ്പോൾ ഒരു 10-20 വർഷമായിട്ട് അതിൻ്റെ വില താണ് എവിടെ താങ്ങുവിലയാണ്, പൊങ്ങിയ വിലയാണെന്നൊക്കെ പറയുന്നതല്ല. അത് ഈ MP-മാർ അവിടെ പോയിരുന്നിട്ട്, അവർ പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ചുമ്മാ അവിടെ പോയിരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവർ പോരും. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് വാങ്ങിച്ചെടുക്കുന്നുണ്ടല്ലോ. റബ്ബർ കർഷകന് ഈ കഴിഞ്ഞ എത്രയും വർഷക്കാലമായിട്ട് എത്ര MP-മാർ, കേരള കോൺഗ്രസ്, പിന്നെ ജേക്കബ് കോൺഗ്രസ്, PJ ജോസഫിൻ്റെ കോൺഗ്രസ് വായു പോലും കിട്ടുന്നില്ല, നാക്കൊടക്കുന്ന ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ട്. കാരണം ഓരോ വ്യക്തികളുടെയും പേരിലാണ് കോൺഗ്രസ്, കേരള കോൺഗ്രസ്. വർഗീയത, BJP വർഗീയത പറയുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കത് പറയാൻ ഒരു മടിയില്ല. ഓരോ വ്യക്തിയുടെ, ജോസഫിൻ്റെ പേരിൽ കോൺഗ്രസ് ഉണ്ട്, TM ജേക്കബിൻ്റെ പേരിൽ കോൺഗ്രസ് ഉണ്ട്, പിന്നെ അതുപോലെ മാണിയുടെ പേരിൽ കോൺഗ്രസ് ഉണ്ട്. ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും പേര് കേരള കോൺഗ്രസ് ശരി, കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് അന്ന് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും ചേർത്താണ് കേരള കോൺഗ്രസ് ഉണ്ടായതെന്ന് എനിക്കും അറിയാം. പക്ഷേ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ എന്തോ?
അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയ ചവിട്ടുനാടകം കളിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ് കേരള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രതിനിധികളായിട്ട് MP-മാരായിട്ട് MLA-മാരായിട്ട് നിയമസഭയിലും പാർലമെൻറ്റിലും പോയിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പം പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അവരുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ ജയിച്ച് അവിടെ പോയിരിപ്പുണ്ടല്ലോ. ഇത് മാത്രമേ ഈ പാവങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾക്കതുകൊണ്ട് എന്തോ പ്രയോജനമുണ്ട്, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ നാടിന് എന്തോ പ്രയോജനമുണ്ട്. ഇപ്പോൾ കോട്ടയത്തെ ആളുകളെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്. ഞാൻ കോട്ടയത്തുകാരി അല്ല, പത്തനംതിട്ടക്കാരിയാണ്. പക്ഷേ നമ്മൾ ഭാരതീയരല്ലേ, കേരളക്കാരല്ലേ. കേരളത്തിൻ്റെ സമഗ്രമായ വികസനം നമ്മുടെ വികസനമാണ്. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ഫലം ഏതെങ്കിലും രീതിയിൽ നമുക്കത് ലഭിക്കും. അപ്പോൾ നമ്മളിനി ഇത്രയും കഥ പറഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തീർക്കാൻ, എൻ്റെ വീഡിയോ ആദ്യത്തെ അല്ല കുറച്ച് നീണ്ടുപോയി. അതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാനും മടിയായിരിക്കും. ചിലരൊക്കെ എന്നെ അതിന് മോശമായിട്ടുള്ള കമൻസൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ നമ്മൾ രാഷ്ട്രീയമായ ഒരു കാര്യം പറയുന്ന ഉടനെ എന്തെങ്കിലും ഹായ് ഹൂയി പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അതിന് അടിസ്ഥാനമില്ലാതെ പറയുകയാണെങ്കിൽ അവർ കുറേ തള്ളുകയാണ് തള്ള എന്നും പറയും. അപ്പോൾ ഈ തള്ളയ്ക്ക് തള്ളാൻ മാത്രമല്ല, കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് അറിയാമെന്നൂടെ എൻ്റെ എളിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചു വന്ന ഇത്ര വർഷക്കാലം നമ്മൾ കണ്ടതും സഹിച്ചതും ജീവിച്ചതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ല പുതുതായിട്ടുള്ള കാര്യമോ ഒരു രാഷ്ട്രീയ വിരോധം കൊണ്ടോ പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ ആ അർത്ഥത്തിൽ മാത്രം അതിനെ എടുത്ത് ഇനി നമുക്ക് സ്ഥാനാർത്ഥികളിലേക്ക് വരാം. സ്ഥാനാർത്ഥിയായിട്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അവരുടെ പാർട്ടി തന്നെ മാറി 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 കേരള കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും പിന്നെ അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ സുരേഷ് കുറുപ്പും 2-3 പ്രാവശ്യം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാം, സുരേഷ് കുറുപ്പിന് പിന്നെ മാറാനൊക്കത്തില്ല. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് പോലും കേൾക്കാനില്ല ഇപ്പം. അത് പോട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. ബാക്കിയുള്ളവരെല്ലാം ചാടി ഇങ്ങനെ നിന്ന് അവർ ഇങ്ങനെ പാർട്ടി മാറി 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 MP-മാരായിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. KM മാണി നിയമസഭയിലെ ധനകാര്യ ബില്ല് അവതരിപ്പിക്കാൻ വന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങളും അതൊക്കെ കണ്ട് കസേരയൊക്കെ എടുത്തെറിയുകയും, എൻ്റെ ഈശ്വര അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം തോന്നും. കാരണം നമ്മുടെ ഒരു ജനപ്രതിനിധികൾ ഒരു ആരാധനാലയം പോലെ സൂക്ഷിക്കേണ്ട, ജനങ്ങളുടെ ആരാധനാലയം പോലെ, മൊത്തം ജനങ്ങളുടെ പോലെ സൂക്ഷിക്കേണ്ട ആ നിയമസഭാ മന്ദിരത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ആ ആളിൻ്റെ മകൻ അവരുടെ കൂടെ ചേർന്നിപ്പോൾ വേറൊരു പാർട്ടി ഉണ്ടാക്കി. അദ്ദേഹത്തിന് എന്തോ കസേരയാണ് വേണ്ടത്, അതുകൊണ്ടാണ് ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തോമസ് ചാഴിക്കാടന് അങ്ങനെ LDF കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം മത്സരിക്കുന്നത് പിന്നെ KM മാണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് UDF-ൻ്റെ കൂടെ, KM മാണിയുടെ പാർട്ടി. അങ്ങനെ എനിക്ക് പറയാനോ, ഓരോരുത്തരുടെയും പാർട്ടിയാണല്ലോ. മാണി പാർട്ടിയുടെ കൂടെ UDF-ൽ മത്സരിച്ചു ജയിച്ചു. അത് മാണിയുടെ മോൻ എന്തോ ചെയ്തു, പിന്നെ LDF-ൽ പോയപ്പം അദ്ദേഹം തിരിച്ചു ചാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോടെ ഇനിയും മത്സരിക്കാനായിട്ട് പോവുക. അപ്പം നമ്മളിതൊന്നും നോക്കുന്നില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ മത്സരിച്ചു, അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. പിന്നെ അടുത്ത ആൾ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജോസഫിൻ്റെ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പം ഓരോരുത്തരുടെയും പേരിലുള്ള കോൺഗ്രസ്, വർഗീയത ഇല്ലെന്ന് പറയുന്ന ആളുകളാണ് ഓരോ വർഗത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ മാത്രമായിട്ടുള്ള പാർട്ടി നിന്നിട്ട് മത്സരിച്ച് അവർക്ക് അവരുടെ കാര്യം, അവരുടെ സഭയുടെയും കാര്യം അവർ നോക്കാറില്ല, അവരുടെ അനുയായികളുടെയും നോക്കത്തില്ല, അവരുടെ വിഭാഗത്തിൽപ്പുള്ളവരുടെയും കാര്യം നോക്കത്തില്ല, നാട്ടുകാരുടെ ആരുടെയും കാര്യം അവർ നോക്കുന്നില്ല. നാടിൻ്റെ വികസനവും അവർക്ക് ബാധ്യത. ഇനി മൂന്നാമത്തെ സ്ഥാനാർത്ഥി, ഇവർ രണ്ടുപേരെയും പറ്റി ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അവരെന്തെങ്കിലും വികസനം നടത്തിയിട്ടുണ്ടോ നല്ലതോടെ എന്നോട് ചലഞ്ച് ചെയ്യട്ടെ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വികസനം എന്തൊക്കെയാണെന്ന് നോക്കാനുള്ള അവസരം ഇനി സമയം എനിക്കില്ല കണ്ടുപിടിക്കാനായിട്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല. റബ്ബർ കർഷകർ എപ്പോഴും കരയുന്നത് അവരുടെ കഷ്ടപ്പാടുകളെ ഏത് മേഖലയിലും കേൾക്കാനുള്ളൂ. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുപാട് കർഷകരുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ബന്ധുക്കളും ഒക്കെ കാണും റബ്ബർ വെച്ചിട്ട് അതിൽ നിന്ന് മറ്റെല്ലാം വെട്ടിക്കളഞ്ഞ് ഒരു സമയം അതായിരുന്നു. പക്ഷെ അവരുടെ ആ വസ്തുക്കൾ വെറുതെ പോയിട്ട് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടാതിരിക്കുമ്പം അത് ആർക്കും വിഷമം ഉണ്ടാകുന്നവരെ അവർ ഉപജീവനം തടഞ്ഞു പോയ എത്രയോ ജനങ്ങൾ റബ്ബർ കർഷകരുണ്ട്, പാവം പിടിച്ച റബ്ബർ കർഷകർ. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ ശബ്ദിക്കാനായിട്ട് ഇവർക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ തുഷാർ വെള്ളപ്പള്ളിയിലേക്ക് വരാം. അദ്ദേഹം ഇപ്പം നിങ്ങളെല്ലാം പറയും പിന്നെ ഒരു അധികം കഴിവൊന്നും തെളിയിച്ചില്ലല്ലോ. അനിൽ ആൻ്റണിയെ പറ്റി പറഞ്ഞപ്പോഴല്ലേ പലരും കളിയാക്കി, ഓ അയാൾക്ക് കഴിവില്ല. അയാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് അയാൾക്ക് നിങ്ങൾ അവസരം കൊടുക്കുക. അയാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്ന് അവസരം കൊടുക്കും മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ തുഷാർ വെള്ളപ്പള്ളിയും BD JS എന്ന് തൊട്ടോ അദ്ദേഹം ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു. അദ്ദേഹം ഇതുവരെ പാർട്ടി മാറിയില്ലല്ലോ, ചാടിയില്ല ഇതുവരെ. അധികാരം ഒന്നും കിട്ടാഞ്ഞിട്ടും അദ്ദേഹം ചാടിയിട്ടില്ല. ഇനിയും വരുമ്പോഴത്തെ കാര്യം അപ്പം നമുക്ക് നോക്കാം. എന്തായാലും തീർച്ചയായിട്ടും അദ്ദേഹം കോട്ടയത്തുനിന്ന് ജയിക്കുവാണെങ്കിൽ റബ്ബർ കർഷകരുടെ പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്തിരിക്കും. അതിന് താങ്ങുവില എന്നല്ല, റബ്ബർ കർഷകന് എന്തെങ്കിലും പ്രയോജനം തീർച്ചയായിട്ടും അവിടെ അവതരിപ്പിക്കാൻ കഴിയും. അല്ലെ അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ അത് ചെയ്യിക്കണം കോട്ടയക്കാർ.
അപ്പോൾ ഇവർ രണ്ടുപേരെ നമ്മൾ എല്ലാവരെയും പരീക്ഷിച്ചറിഞ്ഞതുകൊണ്ട് UDF LDF എല്ലാം കാലങ്ങളായിട്ട് ഇങ്ങനെ പരീക്ഷിച്ചറിഞ്ഞതുകൊണ്ട് ഒരവസരം തുഷാർ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുക. എനിക്ക് അദ്ദേഹത്തെ നേരിൽ അറിയത്തുപോലുമില്ല. അദ്ദേഹത്തിന് എനിക്കും അറിയത്തില്ല, അദ്ദേഹം എന്നെയും അറിയത്തില്ല. എങ്ങനെ അറിയാനാ? എന്നെപ്പോലൊരു സാധാരണ അവരെ ആരെയും അറിയാനുള്ള അവസരങ്ങളില്ല, എനിക്കൊട്ട് ആഗ്രഹവുമില്ല. ഞാൻ എൻ്റേതായ മേഖലയിൽ എൻ്റെ കഴിവ് തെളിയിച്ച് എൻ്റെ ജീവിതം സമ്പുഷ്ടമാക്കി ജീവിച്ചു പോകുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ ജീവിതം മാത്രം നന്നായാൽ പോരാ, രാഷ്ട്രമാണ് വലുത്, രാഷ്ട്രീയമല്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതിനകത്ത് യാതൊരു മതമോ സാമുദായിക വിഷയങ്ങളോ ഒന്നും ചിന്തിച്ചല്ല ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതേപോലെ നിങ്ങളുടെ വോട്ടവകാശം നിങ്ങൾ ചിന്തിച്ച്, കോട്ടയത്തെ ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ച് ന്യൂനപക്ഷ പ്രീണനവും പിന്നെ മണിപ്പൂർ വിഷയം CAA ഒക്കെ എടുത്തിട്ട് അവർ അലക്കിയിട്ടാണ് ജയിക്കാൻ വരുന്നത്. അതൊക്കെ അലക്കി ജയിച്ചത് കൊണ്ട് അവർക്ക് പ്രയോജനമില്ല, നിങ്ങൾക്കും അവർക്ക് പ്രയോജനമുണ്ട്. അവർ ജയിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ആലോചിച്ച് നിങ്ങളുടെ വോട്ടവകാശം തുഷാർ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുക. അവിടെ വർഗീയ പാർട്ടിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്ത്യയിൽ നിന്ന് 10 വർഷമായിട്ട് BJP ഭരിച്ചിട്ട് ഒരുത്തർക്കും ഒരു കുഴപ്പമില്ല. മണിപ്പൂരെ വിഷയമൊക്കെ എന്നേ ഉള്ളതാണ്. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, കമ്മ്യൂണിസ്റ്റുകാരനും അറിയാം. ചുമ്മാതെ ഇപ്പം ജയിക്കാൻ വേണ്ടി ഏതടവും ആരും പയറ്റും, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിതല്ല വേണ്ടേ. നമ്മൾ കോട്ടയത്തിൻ്റെയും അതുപോലെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും വികസനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഭാവി തലമുറയുടെയും ആവശ്യം അതാണ്. പാവപ്പെട്ട കർഷകൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കോട്ടയത്ത് ഇപ്രാവശ്യം തുഷാർ വെള്ളാപ്പള്ളി ജയിക്കുക. തീർച്ചയായിട്ടും റബ്ബർ കർഷകന് പ്രയോജനം ഉണ്ടാകും, കാർഷിക മേഖല പുരോഗമിക്കും, നമ്മുടെ സംസ്ഥാനത്തിനും അതിൻ്റെ പ്രയോജനം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം, സ്നേഹത്തോടെ.